بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളും വിധിവിലക്കുകളും നന്നായി പഠിക്കുകയും തഖ്വയുടെയും തൗഹീദിൻ്റെയും അടിസ്ഥാനത്തിൽ മുഹ്സനുകളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. പവിത്രമായ റമദാൻ മാസത്തിൽ നമ്മുടെ നോമ്പും ഖിയാമും ഖുർആൻ പാരായണവും ദിക്റുകളും സദഖയും എല്ലാ നന്മകളും വലിയ പ്രതിഫലം ലഭിക്കുമാർ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണി കണക്കാക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ എണ്ണുകയാണെങ്കിലും അത് ക്ലിപ്തമാക്കാൻ കഴിയുകയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫൂർ. തീർച്ചയായും മനുഷ്യൻ അങ്ങേയറ്റം അനീതി കാണിക്കുന്നവനും നന്ദികേട് കാണിക്കുന്നവനുമാണ്. അള്ളാഹു അളവില്ലാതെ നിഅമത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിന് നന്ദി കാണിക്കുക എന്നത് മനുഷ്യർ ഒരു രീതിയായി കണ്ടിട്ടില്ല. ഖുർആന്റെ കൽപ്പന ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാക്കിരീൻ. നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, നന്ദി കാണിക്കുന്നവരിൽ പെടണം. നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാത്തരം ഇബാദത്തുകളും നമ്മൾ നിർവഹിക്കുന്നത്. നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഖുർആൻ പാരായണവും ദിക്റുകളും സൽസ്വഭാവവും രോഗികളെ സന്ദർശിക്കുന്നത് എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം റബ്ബിന് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ന് ബഹുജനങ്ങളിൽ ഈ നന്ദിയല്ല കാണുന്നത്. ഈ സ്ഥാനത്ത് തിന്മകളാണ്, അധർമ്മങ്ങളാണ്, അനീതിയാണ്. ഡാൻസും പാട്ടും കളിയും വിനോദവും കോമഡിയും സിനിമയും സീരിയലും ഡാൻസും, ഇങ്ങനെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, മ്യൂസിക്കും ശൈത്താനിയത്തും, അതേപോലെ തന്നെ ഹറാമായ വസ്ത്രം, തെറിവാക്കുകൾ, നന്മകൾ വിരളമാണ്. എല്ലാ വീട്ടിലും മാതാപിതാക്കളും ശരി മക്കളും ശരി എല്ലാവരും മോശമായ വാക്കുകൾ പറയുന്നു, മോശമായ കാഴ്ചകൾ കാണുന്നു, മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. നന്ദികേടാണ്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫൂർ. തീർച്ചയായും മനുഷ്യൻ അങ്ങേയറ്റം അനീതി കാണിക്കുന്നവനാണ്, അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനാണ്. 14-ാമത്തെ സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്ത്. കോടിക്കണക്കിന് സൃഷ്ടികളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. ഈ സൃഷ്ടികളിൽ മനുഷ്യന് അള്ളാഹു മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത ആദരവ് നൽകിയിട്ടുണ്ട്. തക്രീം. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും അവരെ നാം വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. വിശിഷ്ടമായ വിഭവങ്ങൾ നാം അവർക്ക് നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. നാം സൃഷ്ടിച്ച നിരവധി സൃഷ്ടികൾക്കിടയിൽ മനുഷ്യന് നാം ഫദ്ല് നൽകിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് തക്രീം. മനുഷ്യരെ അള്ളാഹു ആദരിച്ചു. പവിത്രമായ ഒരു സംസ്കാരം, പവിത്രമായ ഒരു ജീവിതം, പ്രവാചകന്മാരുടെ മാതൃക, ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ജീവിതത്തിന് ഒരു കുലീനമായ സംസ്കാരവും ആദർശവും നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്കാർക്കും അത് വേണ്ട. നമുക്ക് ശൈത്താന്റെ വയല് മതി.
ദേഹേച്ഛകൾ മതി, തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങൾ മതി. 4 കാര്യങ്ങൾ അത് പവിത്രമായി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. റമദാൻ പോലെ ഒരു മാസം ഈ 4 കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ശരിപ്പെടുത്താൻ മറ്റൊരു സന്ദർഭവും നമുക്കില്ല. റമദാൻ ലഭിച്ചിട്ടും അള്ളാഹു പവിത്രമാക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പവിത്രമാക്കുന്നില്ലെങ്കിൽ നാളെ നമ്മുടെ മനസ്സുകൾ ദുഷിച്ച സ്ഥിതിയിൽ പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് അള്ളാഹുവിന്റെ അരികിലേക്ക് വരുന്നത് എങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ, അവന്റെ മൂക്ക് മുറിഞ്ഞു പോകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. നമ്മൾ എന്തിനു കൊള്ളും? നമ്മുടെ എല്ലാ ന്യൂനതകളും പരിഹരിക്കാൻ ഈ പവിത്രമായ മാസത്തിൽ സാധിക്കണം. ഏതാണ് 4 കാര്യം? ഒന്ന്, ദീൻ. നമ്മുടെ ദീനിൽ വീഴ്ചകളുണ്ട്. ദീൻ അനുസരിച്ചല്ല ജീവിതം. വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആചാരങ്ങളിൽ, വസ്ത്രധാരണത്തിൽ, കല്യാണത്തിൽ, പരസ്പരം അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ പോലും ദീന് നമ്മൾ പാലിക്കുന്നില്ല. പറയുന്ന സംഭാഷണങ്ങളിൽ ദീനിനോട് യോജിക്കുന്നതല്ല. ഏറ്റവും അടുത്തവർക്കിടയിൽ പോലും ദീനി വിരുദ്ധമായ സംസ്കാരവും പെരുമാറ്റവുമാണ് നാം കാണുന്നത്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ പവിത്രത പാലിക്കണം. രണ്ടാമതായി നഫ്സ്, അവനവന്റെ ശരീരം, അത് പവിത്രമായും ശുദ്ധമായും സൂക്ഷിക്കണം. ഇതിനെ ഹറാമിൽ കൊണ്ടുപോയി തള്ളരുത്, കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടുത്താൻ വിടരുത്. നമ്മുടെ നഫ്സുകളെ പവിത്രതയുള്ള നന്മയുള്ള നഫ്സുകളായി നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമതായി ധനം. നമുക്ക് അള്ളാഹു പല രൂപത്തിൽ നൽകിയിട്ടുള്ള ധനമുണ്ട്. ഹലാലായതേ സമ്പാദിക്കാവൂ, ഹലാലിലെ ചെലവാക്കാവൂ. സകാത്ത് കൊടുക്കണം, സദഖ നൽകണം. റമദാനിൽ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ ധനം നമ്മൾ പവിത്രമായി സൂക്ഷിക്കണം. നാലാമതായി അഭിമാനം. ഓരോ വ്യക്തിയുടെയും അഭിമാനം, പ്രത്യേകിച്ച് സത്യവിശ്വാസികളായ സഹോദരങ്ങളുടെ അഭിമാനം പരസ്പരം കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷതപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അഭിമാനമാണ്. മസ്അല വ്യത്യാസങ്ങളുടെ പേരിൽ, മർക്കസുകളുടെ വ്യത്യാസങ്ങളുടെ പേരിൽ, സംഘടനാ വ്യത്യാസങ്ങളുടെ പേരിൽ, ഈമാനുള്ള 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന തൗഹീദുള്ള സഹോദരന്മാർ ഏതെങ്കിലുമൊക്കെ ചില മസ്അലകളിലോ വിഷയങ്ങളിലോ അറിവുകേട് കൊണ്ടോ അപക്വത കൊണ്ടോ വീഴ്ചകൾ വന്നുപോയാൽ പ്രാമാണികമായി അത് തിരുത്തി കൊടുക്കുന്നതിനു പകരം പാർട്ടി നോക്കി, മർക്കസ് നോക്കി ആളുകളെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, നിന്ദ്യമായ, പരസ്പരം തൗഹീദുള്ളവർ പരസ്പരം കുഫറും ശിർക്കും ആരോപിക്കുന്ന, ലഅനത്ത് ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഓരോ സത്യവിശ്വാസിയുടെയും അഭിമാനം പവിത്രമായി കാത്തു സൂക്ഷിക്കണം. ഈ 4 കാര്യങ്ങൾ പവിത്രമായി സൂക്ഷിച്ചാൽ പരലോകത്ത് നാം കൊള്ളാവുന്നവരായിരിക്കും. ബാക്കി എല്ലാ ഈഗോ, അഹങ്കാരം ഏതെല്ലാം നിലക്കുള്ളതാണെങ്കിലും അതൊക്കെ അത് സ്വത്തിന്റെ പേരിലോ അറിവിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ ഏത് നിലക്ക് നമ്മൾ വളർത്തിയെടുത്തതാണെങ്കിലും അഹന്തയുടെ എല്ലാ അടയാളങ്ങളും താഴെ വെച്ച് വിനയമുള്ളവരും വിശാലതയുള്ളവരും അഹ്ലുസുന്നയോട് കനിവ് കാണിക്കുന്നവരുമായി നമ്മൾ മാറണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം നമ്മെ എല്ലാ വഴിയിലൂടെയും സംരക്ഷിക്കുന്ന ഒരു ദീനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ കവചമാണ്. നേരം വെളുത്ത് എണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഇസ്ലാമുണ്ട്. മനസ്സിലായില്ലേ? മീശ വെട്ടുന്നതും താടി വളർത്തുന്നതും പോലും ഇസ്ലാമിന്റെ ഭാഗമാണ്. മ്യൂസിക്കുകൾ ഒഴിവാക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ വസ്ത്രധാരണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വ്യാപാരത്തിൽ, ഭക്ഷണം കഴിക്കുന്നിടത്ത്, ബന്ധുക്കൾ പരസ്പരമുള്ള ഇടപാടുകളിൽ എല്ലായിടത്തുമുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇസ്ലാം വലിയ ഒരു സംരക്ഷണ കവചമാണ്. ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റവും ശക്തമായി ലഭിക്കുന്ന അങ്ങേയറ്റം പവിത്രമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടെങ്കിൽ അതിൽ യൂസുഫ് അലൈഹിസ്സലാം അതീവ സുന്ദരനും വേറിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തിയുമാണ്. അതുപോലെയാണ് റമദാൻ. 12 മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ ഒരു സത്യവിശ്വാസി അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, പൂർവികരൊക്കെ പറയാറുണ്ട്, എല്ലാ മാസവും റമദാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എല്ലാ മാസവും റമദാനായിരുന്നെങ്കിൽ സത്യവിശ്വാസിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം അത്രമാത്രം അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാനും അവന്റെ ന്യൂനതകൾ, മ്ലേച്ഛതകൾ, പോരായ്മകളൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി നോമ്പിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സദഖയിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ഖിയാമുൽ ലൈലിലൂടെ നമ്മെ അത്രമാത്രം ശുദ്ധീകരിച്ച് ഉയർത്താൻ മറ്റൊരു സമയവുമില്ല. അപ്പൊ ദീൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഇന്ന് നമുക്കൊരു നഷ്ടമുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന നഷ്ടം സ്വത്ത് കുറയുന്നതിലല്ല ബേജാറാവേണ്ടത്, വീടിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തതിലല്ല ബേജാറാകേണ്ടത്, കടം വീട്ടാൻ കഴിയാത്തതിലല്ല ബേജാറാകേണ്ടത്, കച്ചവടം പൊളിഞ്ഞതിലല്ല ബേജാറ്, മക്കളുടെ കല്യാണം ശരിയാകാത്തതിലല്ല ബേജാറ്. ബേജാർ എന്താണ്? ദീനില്ല, കൃത്യമായ നിസ്കാരമില്ല, സദഖല്ല, നോമ്പെടുക്കാൻ പറ്റുന്നില്ല, തറാവീഹ് പറ്റുന്നില്ല, ഖുർആൻ ഓതിയിട്ട് നീങ്ങുന്നില്ല. അവിടെയാണ് ബേജാറ് വേണ്ടത്. കാരണം നമ്മുടെ ഇസ്ലാമിനെ
നമുക്കുള്ള സംരക്ഷണ കവചമായി അള്ളാഹു ഒരു അംനായി നിശ്ചയിച്ചു എന്നത് മറക്കരുത്. ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. എന്റെ ഈ ആദർശം, ഈ ഹിദായത്ത് അഥവാ ഇസ്ലാം, അതിനെ ആരാണോ പിന്തുടരുന്നത് അവർ വഴികേടിലാവുകയില്ല, അവർ ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല. വീണ്ടും പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി. എന്നാൽ എന്റെ ദീനിൽ നിന്ന്, ഹിദായത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന്, എന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ദൻകാ. അവന് ദുസ്സഹമായ ജീവിതമാണ്, കുടുസായ ജീവിതമാണ്. ഇന്ന് ദുനിയാവിൽ ആളുകൾ അസ്വസ്ഥപ്പെടുന്നത്, അലോസരപ്പെടുന്നത്, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അടുത്തവരെയും പ്രിയപ്പെട്ടവരെയും കൊന്നൊടുക്കാൻ വൈമനസ്യം കാണിക്കുന്നത്, സഹപാഠികൾ പോലും പരസ്പരം ആയുധമേന്തുകയും കൊന്നുകളയുകയും ചെയ്ത മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഒറ്റക്കാരനേ ഉള്ളൂ, ദീന് വിട്ടു. വമൻ അഅറദ അൻ ദിക്രി. എന്റെ ദിക്റിൽ നിന്ന് അഥവാ ദീനിൽ നിന്ന് ആരാണോ അതിനെ അവഗണിക്കുന്നത്, ആരാണോ അതിൽ നിന്ന് വിട്ടുപോകുന്നത്, ഫഇന്ന ലഹു മഈശതൻ ദൻകാ. തീർച്ചയായും അവനുള്ളത് ദുസ്സഹമായ ഒരു ജീവിതമാണ്, കുടുസായ ജീവിതമാണ്. സൂറത്ത് ത്വാഹയിലെ 123, 124 ആയത്തുകൾ. ഇനി ഖിയാമത്ത് നാളിൽ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ദുനിയാവ് നഷ്ടപ്പെട്ടു. പരലോകത്തെത്തിയാലോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. അന്തിമനാളിൽ അന്ധരായിട്ടാണ് നാം ഇവരെ ഒരുമിച്ച് കൂട്ടുക. പരലോകത്ത് അന്ധരായി വരുന്നവർ മുഴുവൻ നരകത്തിലേക്കുള്ളവരാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ചുരുക്കി പറഞ്ഞാൽ, ദീനിനെ തഴയുന്നവർ, അവഗണിക്കുന്നവർ, അതിനെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയിടുന്നവർ ഇരുലോകത്തും നഷ്ടം സംഭവിച്ച കടുത്ത നഷ്ടക്കാരാണ്. അവരാണ് യഥാർത്ഥ നഷ്ടക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ നമ്മുടെ നഫ്സിന് ഒരു സുരക്ഷിതത്വം വേണം. അതിന്റെ ഭാഗമായിട്ടാണ് കൊലപാതകം അല്ലാഹു ഹറാമാക്കിയത്. മിൻ അജ്ലി ദാലിക്. ആ കാരണത്താൽ കതബനാ അലാ ബനി ഇസ്രായീൽ, ഇസ്രായേലിയർക്ക് നാം നിയമം നിശ്ചയിച്ചിരുന്നു. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി. ആരെങ്കിലും അന്യായമായി ഒരു നഫ്സിനു പകരമല്ലാതെ മറ്റൊരു നഫ്സിനെ അതിക്രമപരമായി കൊലപ്പെടുത്തിയാൽ, ഭൂമിയിൽ കുഴപ്പം വിതച്ചാൽ, ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ഒരാളെയാണ് അവൻ അന്യായമായി കൊല്ലുന്നതെങ്കിലും ഈ ഭൂമുഖത്തുള്ള കോടിക്കണക്കായ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ് അവന്റെ വിധി. വമൻ അഹ്യാഹ. എന്നാൽ കൊല്ലപ്പെടുന്ന ഒരാളെ, മരിച്ചു പോകാനിടയുള്ള ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൊലപാതകയിൽ നിന്ന് സംരക്ഷിച്ചാലോ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഈ ലോകത്തുള്ള കോടിക്കണക്കായ മുഴുവൻ മനുഷ്യർക്കും ജീവിതം നൽകിയതുപോലെയുള്ള സ്ഥാനവും പദവിയുമാണ് അള്ളാഹുവിന്റെ അരികിൽ അവനുണ്ടായിരിക്കുക. 5-ാമത്തെ സൂറത്തുൽ മാഇദ 32-ാമത്തെ ആയത്ത്. ഇനി ഒരാൾ കൊല്ലുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുവഹിദായ ആളെയാണെങ്കിലോ, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ. ആരെങ്കിലും മനഃപൂർവ്വം ഒരു സത്യവിശ്വാസിയെ വധിച്ചു കളഞ്ഞാൽ ഫജസാഉഹു ജഹന്നം. അവനുള്ള പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ. ആ നരകത്തിൽ അവൻ അനശ്വരനാണ്. വഗളിബല്ലാഹു അലൈഹി. അവനോട് അല്ലാഹു കോപിച്ചിരിക്കുന്നു. വലഅനഹു. അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹു അദാബൻ അളീമാ. വമ്പിച്ച ശിക്ഷ അല്ലാഹു അവനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. സൂറത്തുൻ നിസായിലെ 93-ാമത്തെ ആയത്ത്. അപ്പൊ ഇസ്ലാം നഫ്സുകൾക്ക് പവിത്രതയും സംരക്ഷണവും നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞു കുട്ടികൾ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും നഫ്സുകളുടെ പവിത്രത അറിഞ്ഞൂടാ. ഇത് വീട്ടിൽ നിന്ന് കിട്ടണ്ടേ, മദ്രസയിൽ നിന്ന് കിട്ടണ്ടേ, ഉസ്താദുമാരിൽ നിന്ന് കിട്ടണ്ടേ, പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് കിട്ടണ്ടേ. അവരൊക്കെ എന്താണ്? പുരോഹിതന്മാര് ജാറം ബിസിനസ് നടത്താൻ നടക്കുകയാണ്. വാപ്പമാര്, ഉമ്മമാര് അവർ ദുനിയാവിന്റെ വരുമാനവും വലുപ്പവും മത്സരവും അതിൽ വിജയിക്കാൻ വേണ്ടി നടക്കുകയാണ്. ആരുമില്ല പരസ്പരം ഈ പവിത്രതകൾ നമ്മുടെ കുരുന്നുകൾക്ക് പകർന്നു കൊടുക്കാൻ. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ പോലും ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ പരലോകം സത്യമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികൾക്കില്ല. ഉറക്കമിളച്ചിട്ട് ഉറങ്ങാൻ സമയമില്ല. കാരണം എന്താണ്? ദുനിയാവിലാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഹറാമിന്റെ ലോകത്താണ്. അവരുടെ സൗഹൃദം മോശമാണ്. മൃഗങ്ങളുടെ കൂട്ടുകെട്ടാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചുങ്ങൾക്കിടയിലുള്ളത് എങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു സങ്കേതത്തെയോ മാത്രം കുറ്റപ്പെടുത്തി അങ്ങ് പോകാൻ കഴിയില്ല. ആദ്യം നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് മാതാപിതാക്കളെയാണ്. രണ്ടാമതായി ഇവിടെ ദഅവത്ത് നൽകേണ്ട, തർബിയത്ത് കൊടുക്കേണ്ട പണ്ഡിതന്മാരെയും ആ പണ്ഡിതന്മാരെ മേച്ച് നടക്കുന്ന ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങളെയുമാണ്. എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് സിനിമയും സീരിയലും ഈ നാടിന്റെ സംസ്കാരവും സോഷ്യൽ മീഡിയയും ഒക്കെ അതിന്റെ പിറകിലാണ് കുറ്റക്കാരായി വരിക. അവനവന്റെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഈ റമദാൻ നമ്മുടെ കണ്ണു തുറപ്പിക്കണം. ഈമാനിന്റെ ഹൃദയങ്ങൾ തന്നെ ആയിരിക്കണം നമുക്ക്. നമ്മുടെ വീടുകളിൽ നിന്നും ഇന്ന് കേൾക്കുന്ന ദുരന്ത വാർത്തകൾ പുറത്തു വരാൻ പാടില്ല.
ഒരു കുഞ്ഞിനെ അടുത്ത കാലത്ത് സഹപാഠികൾ വെട്ടിക്കൊലപ്പെടുത്തിയ സ്കൂളിൽ ഏതാനും മാസങ്ങൾ അധ്യാപകനായി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള തൗഹീദ് അറിയാവുന്ന വ്യക്തികൾ ഭരിക്കുന്ന ഒരു സ്കൂളിലാണ്, അവിടുത്തെ കുട്ടികളിലാണ് ഇതുണ്ടായി എന്നുള്ളത് വൈകാരികമായി വ്യക്തിപരമായി എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലെങ്കിൽ പോലും എല്ലാവരും വിഷമിക്കുന്നു, ലോകം മുഴുവൻ വേദനിക്കുന്നു. പക്ഷേ ഇതും ഒരു സിനിമ പോലെ, ഒരു സീരിയൽ പോലെ ആസ്വദിക്കാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മീഡിയകൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഘണ്ണശയായി ആസ്വദിക്കുന്ന ട്രാജഡി നോവലുകൾ കണക്കെ ആസ്വദിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഓരോ പച്ചയായ സംഭവങ്ങളും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ മക്കൾ ദുഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഒന്നാമതായി ചിന്തിച്ചുകൊള്ളണം. നമുക്ക് തന്നെ ദീനില്ല, നമുക്ക് തന്നെ നിസ്കരിക്കാൻ നേരമില്ല, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല, നമ്മൾ സദക്കയെ പറ്റി ആലോചിക്കുന്നില്ല. റമദാൻ മാസം വന്നത് തന്നെ പലരും അറിഞ്ഞിട്ടില്ല, പകല് പട്ടിണി കിടക്കുന്നുണ്ട് എന്നല്ലാതെ. ശഅബാനിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പലരും ഇപ്പോഴും പോകുന്നത്. ഒരു പേജ് ഓതാൻ അവന് നേരം കിട്ടിയിട്ടില്ല, ഒരു 10 രൂപ സദക്ക കൊടുക്കാൻ അവന് സാധിച്ചിട്ടില്ല, പള്ളിയിൽ ഒരു അല്പസമയം അധികം ചെലവഴിക്കാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല, പൂർണ്ണമായി തറാവീഹ് നിസ്കരിക്കാൻ അവൻ അവസരമുണ്ടായിട്ടില്ല, ഫർളുകൾ പോലും അവൻ വീഴ്ച കാണിക്കുന്നു, ഹറാമുകൾ ഇപ്പോഴും അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, കള്ളം പറയുന്നു, പരദൂഷണം പറയുന്നു, ഏഷണി കൂട്ടുന്നു, ഇങ്ങനെ തെറി വിളിക്കുന്നു. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളുമായി ഈ റമദാനിൽ പോലും കഴിച്ചു കൂട്ടുന്ന രക്ഷിതാക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ കുട്ടികളെ മാത്രം നമ്മൾ എങ്ങനെ പറയും? ഇവരുണ്ടാക്കുന്ന സിനിമയും ഇവരുണ്ടാക്കുന്ന സീരിയലും ഇവരുണ്ടാക്കുന്ന നോവലും അല്ലേ പുറത്തേക്ക് വരുന്നത്? അപ്പോൾ അതിനെ മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതില്ല. എന്നാൽ അതെല്ലാം അതിൻ്റെതായ പങ്ക് ശൈത്വാന് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സിനിമയുടെ ആളുകളും ഇവിടുത്തെ സീരിയലിന്റെ ആളുകളും മ്യൂസിക്കിന്റെ ആളുകളും ഇബ്ലീസിന്റെ പട്ടാളക്കാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ മ്യൂസിക് ഹറാമാണ് എന്ന് പറയാൻ ഇവിടുത്തെ മൗലവിമാർക്ക് പോലും ധൈര്യമില്ല. അവരതിനെ ഹലാലാക്കാൻ വഴിയുണ്ടോ നോക്കാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുത്തെ ഇബ്ലീസിന്റെ സൈന്യങ്ങൾക്കാണ് എല്ലാവരും ചെലവും കൊടുക്കുന്നത്. ഹറാമുകൾ പ്രവർത്തിക്കുന്നവർക്കാണ് സംരക്ഷണം, അവർക്കാണ് മുന്തിയ ഭക്ഷണം, അവർക്കാണ് എല്ലാ സൗകര്യവുമുള്ളത്. സാധാരണക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ക്രിമിനലുകൾ മൃഷ്ടാന്നം ഭുജിച്ചുകൊണ്ട് നമ്മുടെ പൊതുജനങ്ങളുടെ ചെലവിൽ കഴിയുന്നു എന്നുള്ള വേദനാജനകമായ ഒരു അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നമ്മുടെ ബാധ്യതകളെ കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി ഒന്നാമതായി നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് സംരക്ഷിക്കണം. രണ്ടാമതായി ബുദ്ധി സംരക്ഷിക്കപ്പെടണം. ഇന്ന് ബുദ്ധിയില്ലാത്തവരാണ് വരുന്നത്. ഇന്ന് ബുദ്ധി ജാട മാത്രമേ ഉള്ളൂ. എന്റെ ഉസ്താദ് പറയാറുണ്ട്, ബുദ്ധിയുള്ള ഒരു തരം ജീവികൾ. അങ്ങനെ ബുദ്ധിയുള്ള ഒരു തരം ജീവികളായിട്ടാണ് വളരുന്നത്. ബുദ്ധിജീവി എന്ന് പറയാനേ ഉള്ളൂ, ബുദ്ധിയുള്ളതിന്റെ അടയാളമൊന്നുമില്ല. ഏറ്റവും വലിയ ബുദ്ധിജീവി എടുത്ത് പരിശോധിച്ചാൽ ഉടുതുണി ഇരിഞ്ഞ് സന്യാസിയുടെ മുന്നിൽ തലകുനിക്കും. അവനാ വലിയ ബുദ്ധിജീവി, വലിയ ശാസ്ത്രകാരൻ. ഏറ്റവും വലിയ ബുദ്ധിജീവികൾ എടുത്തു നോക്കിയാൽ ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിക്കണമെങ്കിൽ രാഹുകാലം നോക്കി നിൽക്കും. ഇതാ അവിടുത്തെ ബുദ്ധിജീവി. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവർ അല്ലേ? അതേപോലെ തന്നെ സൃഷ്ടികളെ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെ ആരാധിക്കുന്നവർ, മയ്യത്തുകളെ പൂജിക്കുന്നവർ, നിർജീവ വസ്തുക്കളെ, കല്ലുകളെ ആരാധിക്കുന്നവർ, മരങ്ങളെ ആരാധിക്കുന്നവർ, ഇതാണ് നമ്മുടെ ബുദ്ധിജീവികൾ. ഇതല്ല ബുദ്ധി. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്നും അവനെ മാത്രമേ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നും ഈ മയ്യത്തുകളെയും ശവങ്ങളെയും മഖ്ബറകളെയും ജാറങ്ങളെയും അതിൽ മറമാടപ്പെട്ടവരെയും പൂജിക്കാൻ പാടില്ല എന്നുമുള്ള തിരിച്ചറിവ്, അതാണ് ബുദ്ധി. അർഹതയുള്ളവനെ മാത്രം ആരാധിക്കണം. ഇസ്ലാം ബുദ്ധിയെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് കണിശമായി പഠിപ്പിച്ചു. ഇവിടെ എവിടെയെങ്കിലും ഒരു ഹമ്പ് വന്നാൽ അതടുത്ത് കെട്ടിപ്പൊക്കിയ ഒരു ജാറത്തെയല്ല ആരാധിക്കേണ്ടത്, മനമ്പത്തടിഞ്ഞ ബീവിയല്ല വിളിക്കേണ്ടത്, അബ്ദുൽ ഖാദർ ജീലാനിയോടല്ല പ്രാർത്ഥിക്കേണ്ടത്, മുഹമ്മദ് നബിയോടല്ല പാപമോചനം തേടേണ്ടത്. അതേപോലെ തന്നെ സൃഷ്ടികളോട് നരകമോചനം തേടുന്നു, മമ്പറം തങ്ങളോട് മഴ ചോദിക്കുന്നു, ഉള്ളാള് തങ്ങളോട് ആരോഗ്യം ചോദിക്കുന്നു, ഭീമാപ്പള്ളി ഉമ്മയോട് സൗഖ്യം ചോദിക്കുന്നു. ഇങ്ങനെ സൃഷ്ടികളോട് ചോദിച്ചാൽ അത് തികഞ്ഞ ബുദ്ധിശൂന്യതയാണ്. അത് ബുദ്ധിക്ക് യോജിക്കുകയില്ല, അത് പ്രമാണത്തിന്റെ പിൻബലമില്ല, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വളരെ കൃത്യമായി ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ ആദർശത്തിൽ കടന്നു വരുന്നുവോ അവനാണ് തെളിഞ്ഞ ബുദ്ധിയുള്ളത്. ഈ ബുദ്ധിയെ അങ്ങേയറ്റം നശിപ്പിക്കുന്നതാണ് അടുത്ത ഘട്ടം. എന്ത്? ലഹരി വസ്തുക്കൾ. നമ്മൾ പറയും ലഹരി കൂടിയതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ലഹരി എന്തുകൊണ്ട് കൂടുന്നു എന്ന് ചിന്തിക്കണ്ടേ? ദീനില്ലാത്തതുകൊണ്ട്. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ആരും എത്തൂല, വക്ക് വരെ വരും. അടിസ്ഥാന വിഷയത്തിലേക്ക് ഒരുത്തനും വരില്ല. ഞാൻ ഒരു ഏക റബ്ബിനെ
റബ്ബിന്റെ സൃഷ്ടിയാണ് എന്ന് അവൻ തിരിച്ചറിയില്ല. എനിക്ക് ജീവിതം നൽകിയവൻ ഒരു ദിവസം ഈ ജീവിതം തിരിച്ചെടുക്കുമെന്നും എന്നെ മരിപ്പിക്കുമെന്നും എല്ലാ നഫ്സും മരണം രുചിക്കുമെന്നും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും അവിടെ വിചാരണയുണ്ടെന്നും മുഴുവൻ തിന്മകൾക്കും വിചാരണയ്ക്ക് ശേഷം നരകമാണ് വിധിക്കപ്പെടുന്നത് എന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളിലേക്കും പകർന്നു കൊടുക്കാൻ ആ അറിവ് എന്ന അനുഗ്രഹം ആർക്കാണോ അള്ളാഹു നൽകിയത് അവരുടെ ചുമതലയാണ്. നമുക്ക് ആ ചുമതല നിർവഹിക്കാൻ നേരല്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവർ കുറ്റം പറയും, ഇവരൊറ്റപ്പെടുത്തുമെന്ന് വിചാരിച്ച് ദീന് പഠിക്കാനും സൗകര്യമില്ല, പഠിപ്പിച്ചു കൊടുക്കാനും സൗകര്യമില്ല, ദഅവത്ത് നടത്താനും സൗകര്യമില്ല. നമ്മൾ ഉള്ളതുമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. മരണം വരെയുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇതിൽ നിന്ന് മുക്തിയില്ല. എന്നാൽ എങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പുതിയ തലമുറക്ക് ചിന്തിക്കാൻ കഴിയും? വിവിധ ലഹരികളിലാണ്. സിനിമയുടെ ലഹരി, സീരിയലിന്റെ ലഹരി, അതിനേക്കാളും അപ്പുറത്ത് കള്ളും കഞ്ചാവും പൊടിയും സ്റ്റാമ്പും സിറിഞ്ചും എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അത്ര രൂപത്തിൽ നോക്കൂ. ചെറുപ്രായക്കാരായ +2 അല്ലെങ്കിൽ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും വീട്ടുകാരറിയാതെ സമ്പത്ത് കണ്ടെത്തി ലഹരിയുടെ പിന്നാലെ പോകുന്നുവെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ലഹരി! അതിനു പുറമെയാണ് ഭൗതികാസ്വാദനങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ലഹരി. സോഷ്യൽ മീഡിയയിലെ ഓരോ ആപ്പുകളും വ്യത്യസ്തമായ ലഹരിക്കുഴികളിലേക്കാണ് നമ്മുടെ യൗവനത്തെ കൊണ്ടുപോയത് എന്ന് നിഷേധിക്കാൻ വെറുതെ ഒരല്പസമയം കണ്ണു തുറക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. ലഹരിയാണ്. ലഹരിയിൽ ജീവിക്കുമ്പോൾ വാപ്പാനെ കാണുന്നില്ല, ഉമ്മാനെ കാണുന്നില്ല, ഉത്തരവാദിത്വം ഓർക്കുന്നില്ല. മൃഗങ്ങളെപ്പോലെ സഹോദര ബന്ധം തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാവരും മൃഗങ്ങളെപ്പോലെ തന്നെ. ആണും പെണ്ണും വ്യത്യാസമില്ല, സഹോദരിയും സഹോദരനും വ്യത്യാസമില്ല. അങ്ങനെ കണ്ട് ഇന്നൊരുത്തന്റെ കൂടെ നാളെ വേറെ ഒരുത്തന്റെ കൂടെ പോകാൻ, അല്ല ഇന്നൊരുത്തിയുടെ കൂടെ നാളെ വേറൊരുത്തിന്റെ കൂടെ പോകാൻ നമുക്ക് മടിയില്ലാത്ത വിധം നമ്മെ അങ്ങേയറ്റത്തെ ലഹരിയിലേക്ക്, അതിലേറ്റവും മുകളിൽ ഈ മദ്യവും കഞ്ചാവും ഒക്കെ നിൽക്കുന്നു. അതുകൊണ്ട് ബുദ്ധി ഇസ്ലാം സംരക്ഷിച്ചു. അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും ഇസ്ലാം വിരോധിച്ചു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നക്കോലുകളും അത് ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശമായ വൃത്തിയാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അതെല്ലാം വർജിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലാണ് ജീവിത വിജയം നിങ്ങൾ നേടുക. ഇന്നമാ യുരീദു ശൈത്താൻ, എന്നാൽ ഈ മദ്യത്തിലൂടെ, ലോട്ടറിയിലൂടെ, പ്രശ്നക്കോലുകളിലൂടെ, പ്രതിഷ്ഠകളിലൂടെ, ജാറങ്ങളിലൂടെ, പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ജാറങ്ങൾ അതിൽപ്പെടും, അൻസാബ്, അങ്ങനെയുള്ളതിലൂടെ പൈശാചിക ആ കാര്യം നിങ്ങൾ ശൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അൻ യൂഖിയ ബൈനകുമുൽ അദാബത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്തുക. പകയാണ്. പകയുടെ അനന്തരഫലമാണ് കൊലപാതകങ്ങൾ. മനസ്സിലായില്ലേ? ശൈത്വാൻ ഈ ലഹരിയിലൂടെ നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും വളർത്തുന്നു. ഫിൽ ഹംരി വൽ മൈസിരി, കള്ളിലും അതേപോലെ തന്നെ ചൂതാട്ടത്തിലും. ലോട്ടറി, ഷോടതി, റമ്മി, ഇതൊക്കെ അതിൽപ്പെടും. ഇന്ന് ഇതിന്റെയൊക്കെ അടിമകളാണ് സമൂഹം. വയസുദ്ദക്കും അൻ ദിക്രില്ലാ, അള്ളാന്റെ ദിക്റിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ നിങ്ങളെ തടയുന്നു. വാനിസ്വലാ, നിസ്കാരത്തിൽ നിന്ന് തടയുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും വിരമിക്കുന്നില്ലേ? ഈ വ്യത്യസ്ത ഇനം ലഹരികൾ, സോഷ്യൽ മീഡിയയുടെ ലഹരി, കള്ളിന്റെ ലഹരി, കഞ്ചാവിന്റെ ലഹരി, മറ്റ് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ നാട്ടിൽ നമ്മുടെ കയ്യെത്താവുന്ന ദൂരത്ത് പറയാൻ കൊള്ളുകയില്ല. ഈ ജുമുഅക്ക് നമ്മൾ ഇവിടെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പോക്കറ്റിലോ കീശയിലോ പാന്റിന്റെ മടക്കിലോ ഏതെങ്കിലും വസ്തുക്കളിലോ വായിക്കകത്തോ ഈ ലഹരി ഉണ്ടോ ഇല്ലയോ എന്ന് തറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മഅദല്ലാഹ്. പിന്നെ അവന് നിസ്കാരമില്ല, ദിക്റില്ല, ഖുർആൻ പാരായണമില്ല, ഇബാദത്തുകളില്ല, ഇസ്ലാമില്ല. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള സമരം നമുക്കുണ്ടായിരിക്കണം. അടുത്തതായി അഖീദ സംരക്ഷിക്കപ്പെടണം. അപ്പോഴാണ് ദീൻ നിലനിൽക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. ശിർക്കും കുഫറും അതേപോലെ ബിദ്അത്തുകളും ഹറാമുകളും അതിൽ നിന്നൊക്കെ മുക്തമായി എല്ലാ ബിദ്അത്തുകളിൽ നിന്നും എല്ലാ ഖുറാഫാത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട ഒരു അഖീദ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. സമ്പത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പലിശയിലേക്ക് മുഴുകരുത്. താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരു ഉമ്മ രോഗിയാകുമ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രമേ ജീവിക്കാനിടയുള്ളൂ. ഉള്ള കാലം എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ എന്റെ ഉമ്മയെ എനിക്ക് എങ്ങനെയെങ്കിലും നന്നായി ജീവിപ്പിക്കണമെന്ന് കരുതി ജോലിയെടുത്ത് പണമുണ്ടാക്കാൻ കഴിയാതിരിക്കുകയോ പിതാവ് കടക്കാരനാവുകയോ ചെയ്യുമ്പോൾ പലിശക്കാരോട്, കൊള്ളപ്പലിശക്കാരോട്, വട്ടിപ്പലിശക്കാരോട് കടം വാങ്ങുകയും ആ കടം വീട്ടാൻ വേണ്ടി വീണ്ടും മറ്റൊരു കൊള്ളപ്പലിശക്കാരോട് കടം വാങ്ങുകയും പലിശക്ക് മേൽ പലിശ അത് കുന്നുകൂടി മനുഷ്യൻ മൃഗമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആളുകളെ
വെട്ടിനുറുക്കാൻ, സ്വന്തം സഹോദരങ്ങളെ ചോരയെ വെട്ടിനുറുക്കാൻ മടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുവെങ്കിൽ നമ്മുടെ സമ്പത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള ഒരു സംരക്ഷണമുണ്ട്. എന്താണ്? പലിശ തൊടാൻ പാടില്ല. പലിശ വാങ്ങുന്നവനെ ശപിച്ചു, പലിശ കൊടുക്കുന്നവനെ ശപിച്ചു, പലിശക്ക് കണക്കെഴുതുന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ശപിച്ചു. അതേപോലെ പലിശക്ക് സാക്ഷി നിൽക്കുന്ന, ഒപ്പിട്ട് കൊടുക്കുന്ന, എന്റെ ഒപ്പുകൊണ്ട് നീ പലിശ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് പലിശയെ എന്തെല്ലാം തരത്തിൽ പിൻബലം നൽകുന്നുണ്ടോ അവരെയൊക്കെ ശപിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അത്രമാത്രം ശപിക്കപ്പെട്ട പലിശ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നു. മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ രാവിലെ തന്നെ പലിശക്കാരൻ വരും. ഒരു കടയിൽ 10,000 കൊടുക്കും, അടുത്ത കടയിൽ 25,000 കൊടുക്കും, 50,000 കൊടുക്കും, 5,000 കൊടുക്കും. എന്നിട്ടോ വൈകുന്നേരം കച്ചവടം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു കൊടുക്കണം. ഒരു മടിയുമില്ലാതെ നമ്മുടെ കച്ചവടങ്ങൾ സ്നിഗ്ധമായി നടക്കുന്നതിന് വേണ്ടി ഈ പലിശ വ്യാപാരത്തിൽ അത് നാട്ടിലെല്ലായിടത്തും ഉണ്ടല്ലോ, സാർവത്രികമാണല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ കച്ചവടം നടത്താൻ കഴിയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് മാളുകളിലൂടെയും ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും സാധാരണ മാർക്കറ്റുകളുടെയും ശൈത്താന്റെ പലിശക്കളിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മുടെ അരികിലേക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ റമദാൻ മാസത്തിലെങ്കിലും ചിന്തിക്കുക, പലിശ തൊടാൻ പാടില്ല. 1 രൂപ കൊടുത്താൽ ഒരു ബൈക്ക് കിട്ടും, ഒരു കാറ് കിട്ടും, 1 റുപ്യ ബാക്കി പലിശയാണ്. ഇത് കണ്ട് പലപ്പോഴും എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതി അവനവന്റെ ആർത്തിയും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. ഉള്ള സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ചല്ല ആളുകൾ ഇന്ന് സൗകര്യങ്ങൾ സ്വന്തമാക്കുന്നത്. നേരെ മറിച്ച് പണത്തിന് ആവശ്യമെന്നല്ല, ആവശ്യത്തിന് പണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻസ് കമ്പനികൾ എല്ലാ നിലക്കും ശൈത്താന്റെ മനോഹരമായ രൂപങ്ങളുമായി നമ്മളെ ആകർഷിക്കുമ്പോൾ അതിൽ ചെന്ന് വീഴുന്നു. ഒരത്യാവശ്യവും ഇല്ലാത്തവനും വെറുതെ കുറെ പൈസ ഇങ്ങനെ കിട്ടുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആധാർ കാർഡിന്റെ ഒരു കോപ്പി വെച്ച് കൊടുത്താൽ മതി, അപ്പൊ അത് കിട്ടും ഇത് കിട്ടും, എന്തിനു വാങ്ങാതിരിക്കണം? പല സ്ത്രീകളും ആ കെണിയിൽപ്പെട്ട് ഭർത്താക്കന്മാർ അറിയാതെ പോലും വാങ്ങുന്നു. അങ്ങനെ വാങ്ങി ഇതൊരു ശീലമായാൽ എത്ര വലിയ പലിശക്കണിയിൽ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വല്ല ബറക്കത്തും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ നമ്മൾ നോക്കണം. എന്നാൽ അള്ളാഹു പഠിപ്പിച്ചു, യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. അള്ളാഹു പലിശയെ മായ്ച്ചു കളയുന്നു. പലിശ നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിയെ തുടച്ചു നീക്കും. സദഖാത്തിനെ അള്ളാഹു വളർത്തും. നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ, സദഖ കൊടുക്കൂ, ഇല്ലാത്തവന്റെ കയ്യിൽ പണമെത്തും. അവൻ മാർക്കറ്റിൽ വരും, മാർക്കറ്റുകൾ സജീവമാകും. പലിശയാകുമ്പോൾ മാർക്കറ്റുകൾ തുലഞ്ഞു പോകും. സക്കാത്തിന്റെ വ്യവസ്ഥയാണ് വളരേണ്ടത്, സദഖകളാണ് വളരേണ്ടത്. നമ്മൾ തന്നെ ഒരു പക്ഷേ സക്കാത്ത് വാങ്ങേണ്ട നിലവാരത്തിലാണെന്ന് വിചാരിക്കുക. ഇവിടെ സക്കാത്ത് അറിയിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരാൾ സക്കാത്തിനത്തിലേക്ക് 1,000-ഓ 2,000-ഓ തന്നാൽ അതിൽ നിന്നൊരു 500-ഓ 100-ഓ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ സ്വതക്ക കൊടുക്കാത്ത ഒരു ദിവസവും ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ജീവിതത്തിൽ കടന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്ക കൊടുക്കുന്ന മാസമാണ്. സ്വതക്കകൾ അത് നിസ്കാരം പോലെ നമ്മൾ കൊണ്ടുവന്നും സക്കാത്തിൽ വീഴ്ച വരുത്താതെ അത് നിലനിർത്തി എങ്കിൽ മാത്രമേ ഈ പലിശക്കണിയിലും തിരിച്ചു വരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ഏർപ്പാട് പോലെ പലിശയിലേക്ക് വീഴും. ഹലാലായത് മാത്രം ഭക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഓ സത്യവിശ്വാസികളെ, അന്യായമായി നിങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് ഭുജിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും. നിങ്ങൾ പരസ്പരം സംതൃപ്തമായ ഹലാലായ കച്ചവടത്തിലൂടെ അല്ലാതെ എന്ന് സൂറത്തു നിസായിൽ 29-ാമത്തെ ആയത്. സക്കാത്ത് വാങ്ങണം, അത് അർഹരായ ആളുകൾക്ക് എത്തണം. തുതഹിറുഹും വതുസക്കീഹിം. സക്കാത്ത് നിങ്ങളെ ശുദ്ധീകരിക്കും, സംസ്കരിക്കും. ആ സക്കാത്ത് മുഖേന, ആ സക്കാത്ത് കൊടുത്ത ധനം മുഖേന നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും. വസല്ലി അലൈഹിം. സക്കാത്ത് കൊടുക്കുന്നവർക്ക്, സദഖ കൊടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അവർക്ക് തീർച്ചയായും സമാധാനമായിരിക്കും. സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്ത്. ഈ സമൂഹത്തിന് അള്ളാഹു സംരക്ഷണം വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അരാജകത്വം ഇല്ലാതിരിക്കാൻ, അധർമ്മങ്ങളില്ലാതിരിക്കാൻ. അതിനുവേണ്ടിയാണ് ഇസ്ലാം ഏഷണി പരദൂഷണങ്ങൾ, കളവുകൾ, ഊഹാപോഹങ്ങൾ ഇതൊക്കെ നിരോധിച്ചു. ഇന്ന് മീഡിയയുടെ അസൽ തന്നെ ഊഹാപോഹങ്ങളാണ്. ഒരു വാർത്തയുടെ ശരി കിട്ടണമെങ്കിൽ 10 പത്രം വായിക്കേണ്ടി വരും. കാരണം ഒക്കെ പകുതി ശരികൾ, അവരുടെ ശരികൾ, പലതും ഊഹങ്ങൾ. അവിടുന്ന് എന്തോന്ന് കിട്ടുമ്പോഴേക്ക് പറയും, പിന്നെ അത് നാളെ മാറിപ്പോയി. ഇന്നത്തെ നമ്മളത് ചിന്തിക്കുന്നില്ലല്ലോ. ഇന്ന് നടക്കുന്ന അപകടകരമായ പ്രശ്നങ്ങളൊക്കെ ഒറ്റപ്പെട്ട ഒരു ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പത്രക്കാർക്ക് കേവലം ഒരു ബിസിനസ് മാത്രമാണ്. അതിനുവേണ്ടി അവരെങ്ങനെയും അവതരിപ്പിക്കും. കഥകളായും നോവലുകളായും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരാസ്വാദനത്തിന് വേണ്ടി വിട്ടുതരുന്ന തൊഴിലിലേക്ക് വരികയും ഊഹാപോഹങ്ങളും തൊങ്ങലുകളും അങ്ങനെ വെച്ച് ജനങ്ങളെ കേവലം ഈ പത്രം വായിപ്പിക്കുക എന്നതിലപ്പുറത്ത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തണം എന്നൊരു ചിന്തയില്ല. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തസിയൽ ഫാഹിശതു ഫില്ലദീന ആമനു.
സത്യവിശ്വാസികൾക്കിടയിൽ മോശമായ കാര്യങ്ങൾ പ്രചരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു പഠിപ്പിച്ചതിന്റെ അരികിലേക്ക് പോകണം. ഖുർആനിന്റെ മാസമാണിത്. ഖുർആനിലേക്ക് പോകണം, ഖുർആൻ ഓതണം, ഖുർആനിന്റെ ആശയങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണോ അതറിയുകയും അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും ആ രൂപത്തിലുള്ള ഒരു കുടുംബ തർബിയത്ത് കൊണ്ടുവരികയും വേണം. പവിത്രമായ ജീവിതം നിലനിർത്തുന്ന, നഫ്സിന്റെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും ബുദ്ധിയുടെ കാര്യത്തിലും സമൂഹത്തിന്റെ കാര്യത്തിലും അഭിമാനത്തിന്റെ കാര്യത്തിലും പവിത്രതകൾ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ, യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നന്നായിട്ട് നന്മകൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, കുടുംബത്തിൽ തർബിയത്ത് ചെയ്യണം. അതോടൊപ്പം ഈ നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ ഈ മഹത്വമായി ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, നേരത്തെ പറഞ്ഞ ഐശത്തുൽ അൻകാന്നല്ലേ, കുടുസായ ജീവിതം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പണമുണ്ടെങ്കിലും ജീവിതം കുടുസാണ്, വലിയ വീടും ബംഗ്ലാവും ഉണ്ടെങ്കിലും ജീവിതം കുടുസാണ്, സ്ഥാനമാനങ്ങളും പദവികളും ഉണ്ടെങ്കിൽ ജീവിതം കുടുസാണ്. ഈ കുടുസായ ജീവിതത്തിൽ നിന്ന് കരകയറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന ഒരു ചോദ്യചിഹ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ചിലരെ കാരണങ്ങൾ എത്തുള്ളൂ, അടിസ്ഥാന കാരണത്തിലേക്ക് ആരും എത്തുന്നില്ല. ഇവിടെയാണ് ദഅവത്തിന്റെ പ്രസക്തി. കുറഞ്ഞ ആളുകളിലേക്കാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഹക്ക് എത്തിക്കണം. അതങ്ങനെ പ്രചരിച്ചോളും. നിർബന്ധമായും സത്യം തുറന്നു പറയുകയും അത് ആളുകൾ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇഖ്ലാസോട് കൂടി ഇറങ്ങിയാൽ എത്തിക്കേണ്ടിടത്തൊക്കെ അള്ളാഹു എത്തിക്കും. നമ്മുടെ ജോലി എത്തിക്കലാണ്. ആളുകളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. മുസൈത്തർ, നീ ബലം പ്രയോഗിക്കേണ്ടവനല്ല, അധികാരം ചെലുത്തേണ്ടവനല്ല. മനസ്സിലായില്ലേ? ഇന്നമാനത്തെ മുദക്കിർ ലസ്ത അലൈഹിം മുസൈത്തർ, നീ ഉത്ബോധനം നടത്തേണ്ടവനാണ്, നീ മുസൈത്തറല്ല എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ഇസ്രായേലിയർ തുലഞ്ഞു പോകാനും അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകാനുമുള്ള ഒരു പ്രധാന കാരണം എന്താണെന്നറിയാമോ? ലുഅൈനല്ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ നാവിനാൽ ഇസ്രായേലിയർക്ക് അള്ളാഹു ശാപം നൽകിയിട്ടുണ്ട്. ആ ശാപം വരാൻ ഈസാ നബിയുടെ നാവ് കൊണ്ടും അവർ ശപിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കും. രണ്ടാമതായി അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ അവർ താണ്ടിക്കടക്കും. മൂന്നാമതായി കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ, നാട്ടുകാർ ചെയ്യുന്ന തിന്മയിൽ നിന്ന് പുരോഹിതന്മാർ പണ്ഡിതന്മാർ തടയുകയില്ല. ഇതാണ് ഇസ്രായേലികൾക്ക് പറ്റിയത്. നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. തിന്മ തടയാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റമാണ്. തിന്മകൾക്കെതിരെ നിലപാട് വേണം, പ്രവർത്തനം വേണം. സ്വന്തം നഫ്സിൽ, സ്വന്തം കുടുംബത്തിൽ അത് ആരംഭിക്കണം. വല്ലദീ നഫ്സി ബിയദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വല തൻഹൗന്ന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക തന്നെ വേണം. ഔ ലയൂശിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻ, അല്ലാത്ത പക്ഷം നിങ്ങളിലേക്ക് അല്ലാഹു അവന്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷ അത് എത്താറാകും. സുമ്മ തദ്ഊനഹു, ആ ശിക്ഷ വരുമ്പോൾ നിങ്ങൾ റബ്ബിനോട് മനംനൊന്ത് ദുആ ചെയ്യും. ഫലാ യുസ്തജാബു ലക്കും, അന്ന് നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. റബ്ബിന്റെ ശിക്ഷ വരും. റബ്ബിനെ മറന്ന് ജീവിക്കുമ്പോൾ റബ്ബ് നാടൊന്നാകെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് അള്ളാഹു നമ്മിലേക്ക് ശിക്ഷ വർഷിക്കുക. ആ നേരത്തെ എല്ലാവരും അലമുറയിട്ട് കരയും. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ പവിത്രമായ സ്വതന്ത്രമായ സന്ദർഭങ്ങളിൽ നമ്മൾ നന്നായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. നമുക്കറിയാം, നോമ്പ് എന്ന് പറഞ്ഞാൽ വയറിന് മാത്രമുള്ളതല്ല. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാൾ മോശമായ വാക്കും മോശമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലയോ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല. പള്ളക്ക് മാത്രം നോമ്പുണ്ടായിട്ട് കാര്യമില്ല. കണ്ണിന് നോമ്പ് വേണം, നാവിന് നോമ്പ് വേണം. ഹലാലായതേ പറയാവൂ. തെറി പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നമുക്ക് നോമ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൈബത്തും നമീമത്തും പരിഹാസവും ഒക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നവരായി മാറാതെ, ഗീബത്തുകൾ പറയാതെ, തൗഹീദുള്ള സഹോദരന്മാരെ അവരെ നിന്ദിക്കാതെ, അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്താതെ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പോലും വളരെ മാന്യമായും തഖ്വയോടുകൂടെയും
ആളുകൾ ശരിക്കും നന്നായി ചിന്തിക്കണമെന്നുള്ള നിലക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്ന തെളിവുകൾ നല്ല രീതിയിൽ സമർപ്പിച്ചുകൊണ്ടും അഭിപ്രായ ഭിന്നതകൾ കൈമാറുന്ന ഒരു രീതിയിൽ ദീനിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ അഭിമാനം സംരക്ഷിക്കുന്നവരായി മാറുകയുള്ളൂ. ആഖിറത്തിലും അപ്പോഴേ സംരക്ഷണമുണ്ടാകും. ദുനിയാവിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത്? അവനവന്റെ ദീൻ, അവനവന്റെ നഫ്സ്, അവനവന്റെ മാല്, അതേപോലെ തന്നെ സഹോദരങ്ങളുടെ അഭിമാനം. ഈ 4 കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു നരകത്തിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കും. അല്ലദീന ആമനു, സത്യവിശ്വാസികൾ. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, ശിർക്കുമായി ഈമാനിനെ കലർത്താത്തവർ. ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് ശരിയായ നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗചാരികൾ എന്ന് സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത്. മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ഖൈറും മിൻഹ, അവർക്ക് അതിനേക്കാൾ മികച്ചതുണ്ട്. റമദാനിലാണെങ്കിൽ 700 ഇരട്ടിയുടെ മുകളിലാണ് ഓരോ നന്മയ്ക്കും. ചെയ്യുന്നതിനേക്കാൾ മികച്ചതുണ്ട്. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, അന്നേ ദിവസത്തെ അസ്വസ്ഥതകളിൽ നിന്ന് അവർ നിർഭയരായിരിക്കും. ഖബറിന്റെ ശിക്ഷയിൽ, മഹ്ശറിന്റെ കെടുതികളിൽ, നരകത്തിൽ, ഇതിൽ നിന്നെല്ലാം അവർ സുരക്ഷിതരായിരിക്കുമെന്ന് നന്മ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ച് സൂറത്ത് നംലിൽ പറഞ്ഞു. ഇത് നമ്മുടെ നാട്ടിൽ നന്മയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലഹരിക്കടിമകളാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി ഇല്ലാതാക്കും, അവനെ മൃഗമാക്കും, അവനെ ഹറാമ് ചെയ്യാൻ പ്രേരിപ്പിക്കും, അവനെ മൃഗമോ ശൈത്താനോ ആക്കി മാറ്റൊരു മനുഷ്യനായി ജീവിക്കാൻ ലഹരിയുടെ അടിമക്ക് സാധ്യമല്ല. തന്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കും. പിതാവ് എന്ന ഉത്തരവാദിത്തം, മകൻ എന്ന ഉത്തരവാദിത്തം, സമൂഹത്തിലെ ഒരു അംഗം എന്ന ഉത്തരവാദിത്തം, എല്ലാ ഉത്തരവാദിത്തങ്ങളും മറന്നുപോകും. എല്ലാവരുടെയും ശാപകോപങ്ങൾ അവൻ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപം വേറെയും ഉണ്ടാകും. നിസ്കാരവും ദീനും ദിക്റും അവൻ മറക്കും. നോമ്പ് നഷ്ടപ്പെടുത്തും. നന്നായി പഠിക്കുകയില്ല. ഒരു തൊഴിൽ ചെയ്യാൻ അവന് സാധിക്കുകയില്ല. എല്ലാ നന്മകളെയും അവൻ അവഗണിച്ചു കളയും. ചീത്ത കൂട്ടുകെട്ടിൽ അവൻ വീഴും. അങ്ങനെ പിശാചിന്റെ പട്ടാളത്തിൽ ഒരു അംഗമായി മാറും. അതുകൊണ്ടാണ് ലഹരിയെക്കുറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവ് എന്ന് പറഞ്ഞു. കള്ളുകുടിയൻ കള്ളു കുടിക്കുക എന്നുള്ള ഒരു തിന്മ മാത്രമല്ല, കള്ളുകുടിയന്മാർ കൊലപാതകം ചെയ്യും, ഉമ്മാനെ ചവിട്ടും, അതേപോലെ തന്നെ തെറി വിളിക്കും. ഒരുപാട് തിന്മകളുണ്ട്. അതുകൊണ്ട് തിന്മകളുടെ മാതാവാണ്. അള്ളാഹു ആകട്ടെ വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായ എല്ലാ കാര്യങ്ങളും ഹറാമാക്കിയിരിക്കുന്നു. ഈ മോശമായ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക എന്നതാണ് കള്ളുകുടിയന്മാരെയും ലഹരി ഉപഭോഗികളെയും കാത്തിരിക്കുന്നത്. റിദ്അത്തുൽ ഖബാൽ, ഭീമാകാരമായി വളർത്തപ്പെടുന്ന ഈ ശരീരം നരകത്തിൽ രാക്ഷസന്മാരായിരിക്കും. തൊലിയുടെ കട്ടി 72 മുഴമാണ്. അതിങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലി ഇങ്ങനെ വളർന്നു വരും. അതിൽ നിന്ന് പുറത്തേക്ക് സ്രവിക്കുന്ന ദുർനീരാണ് സകല കള്ളുകുടിയന്മാരെയും നാളെ കുടിപ്പിക്കുക എന്ന് മനസ്സിലാക്കി. കള്ളിനെ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. ലഅനൽ ഖംറ, അള്ളാഹു കള്ളിനെ ശപിച്ചു. നബി പറയാണ്, ഇന്നല്ലാഹ ലഅനൽ ഖംറ വആസറഹ, കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്നവനെ, വമൂതസറഹ, അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനെ, വശാരിബഹ, കള്ളുകുടിയനെ, വഹാമിലഹ, കള്ള് ഗോഡൌണിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നവനെ, വൽ മഹ്മൂലത്തൈലഹി, കള്ള് ഗോഡൌണിൽ സൂക്ഷിച്ചു വെക്കുന്നവനെ, വബായിഹ, കള്ള് വിൽക്കുന്നവനെ, വമുബ്താഹ, കള്ള് വില കൊടുത്തു വാങ്ങുന്നവനെ, വസാഖിഹ, കള്ള് കുടിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നവനെ, വമുസ്തഖിഹ, അതെടുത്ത് കുടിക്കുന്നവനെ. കള്ളുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ, 10 സംഗതികളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. എല്ലാ ലഹരികൾക്കും ഇത് ബാധകമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മുദ്മിനുൽ ഖംറി കആബിദി വസൻ, അതായത് കള്ളിൽ മുഴുകിയവൻ വിഗ്രഹാരാധകനെ പോലെ തന്നെ ഏറ്റവും അധമനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലഹരിയിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ദീന് വേണം. ദീനാണ് നമുക്ക് ലഹരിയായിട്ടുണ്ടായിരിക്കേണ്ടത്. പരലോകമാണ്, സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് നന്നായി പഠിക്കണം. സ്വർഗത്തിലാണ് അള്ളാഹു ഉമ്മയെ ചവിട്ടാത്ത, ബുദ്ധി മരവിപ്പിക്കാത്ത, തലവേദന ഉണ്ടാക്കാത്ത, ഛർദിലുണ്ടാക്കാത്ത വിശിഷ്ടമായ മദ്യപാനീയങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണ്. ആ ബോധം നമുക്കുണ്ടായിരിക്കണം. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറ, പുണ്യവാന്മാർ കർപ്പൂരത്തിന്റെ കലർപ്പുള്ള ശുദ്ധമായ ചഷകങ്ങളിൽ നിന്ന് പാനീയം കുടിക്കും. അത് അള്ളാഹു നൽകുന്ന വിശുദ്ധമായ പാനീയങ്ങളാണ്. മസലുൽ ജന്നത്തില്ലത്തി വഉഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ മാതൃക എന്താണെന്നറിയാമോ? ഫീഹാ അൻഹാറും മിമ്മാഇൻ ഗൈരി ആസിൻ, യാതൊരു പകർച്ചയുമില്ലാത്ത അരുവികളിലെ ശുദ്ധജല പാനീയങ്ങളിൽ നിന്ന് അവർക്ക് കുടിക്കാം. വ അൻഹാറും മിൻ ലബൻ, പാലിന്റെ നദികൾ. ലം യതഗയ്യർ തഅമു, ഒരിക്കലും രുചിഭേദം വരികയില്ല, കേടുവരികയില്ല. വ അൻഹാറും മിൻ ഖംറിൻ ലസ്സത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദനം പകരുന്ന മദ്യത്തിന്റെ അരുവികൾ. വ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിന്റെ അരുവികൾ. തേനും പാലും മദ്യവും രുചി ചേർന്നൊഴുകുന്ന ഹൃദ്യമായ പാനീയങ്ങൾ നുകരണമെങ്കിൽ മുവഹിദാകണം, മുത്തഖിയാകണം,
ഹറാമുകൾ വർജിക്കണം. ആ നിലവാരത്തിലേക്ക് ഉയരാൻ നമ്മുടെ ഈ റമദാൻ മാസം അള്ളാഹു നമുക്കൊരു കാരണമാക്കി തരട്ടെ. നമ്മൾ നിർവഹിച്ച നോമ്പും നമ്മുടെ ഖിയാമും ഖുർആൻ പാരായണവും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ صيامنا وقيامنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وصلى الله على من لا نبي بعده.